വാട്സപ്പിൽ എല്ലാ ദിവസവും പുതിയ ഫീച്ചേഴ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വാട്സപ്പിൽ വരാൻ പോകുന്ന 10 പുതിയ ഫീച്ചേഴ്സുകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിലെ പല ഫീച്ചേഴ്സും ഇപ്പോൾ ബീറ്റ വെർഷനിലാണ്. നിങ്ങൾ ബീറ്റ യൂസർ ആണെങ്കിൽ ഈ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതേപോലത്തെ കൂടി വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അതുകൊണ്ട് തന്നെ വാട്സപ്പിലേക്കും AI വന്നിരിക്കുകയാണ്. മെറ്റ AI എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി അറിയണമെങ്കിൽ AIയോട് ചോദിക്കാൻ സാധിക്കും. സെർച്ച് ബാറിലാണ് AIയെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ മെറ്റ AI എന്ന ഒരു പ്രൊഫൈലും ക്രിയേറ്റ് ചെയ്യും. അടുത്ത AI ഫീച്ചറാണ്. നമുക്കിനി മുതൽ AI ഉപയോഗിച്ച് സ്റ്റിക്കേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. ക്രിയേറ്റ്, യൂസ് AI. AI ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ യൂസ് AI ടാപ്പ് ചെയ്യാം. ചാനൽസ് വന്നതുകൊണ്ട് ഇപ്പോൾ പല ആൾക്കാരും സ്റ്റാറ്റസ് നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റസിൻ്റെ പ്രിവ്യൂ സെക്ഷനെ ഒരു റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ ഈ ഒരു രീതിയിലായിരിക്കും സ്റ്റാറ്റസ് പ്രിവ്യൂ ഷോ ചെയ്യുന്നത്. റീസെൻ്റ്ലി ഓൺലൈൻ എന്ന പുതിയൊരു സെക്ഷൻ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം നമ്മുടെ കോൺടാക്റ്റിൽ ആരൊക്കെ ഓൺലൈനിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അവരുമായിട്ട് പുതിയൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനും ഈ ഒരു ഫീച്ചർ സഹായിക്കും. ഇനി മുതൽ നമുക്ക് ചാനൽസിനെ പിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള ചാനൽസിനെ ആക്സസ് ചെയ്യാം. വാട്സപ്പിൻ്റെ യൂസർ ഇൻ്റർഫേസ് ടോട്ടലി മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു മാറ്റം ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യുക. പുതിയതായി വാട്സപ്പിൽ ഓഡിയോ കോൾ ബാർ വന്നിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഓഡിയോ കോളിനെ കട്ട് ചെയ്യാനും അതേപോലെ തന്നെ മ്യൂട്ട് ചെയ്യാനും സാധിക്കും. എത്ര ടൈം ആയെന്ന് നമുക്ക് ഈസി ആയിട്ട് തന്നെ അറിയാൻ സാധിക്കും. മാനേജ് സ്റ്റോറേജ് എന്ന സെക്ഷനിൽ ചാറ്റ് ഫിൽട്ടർ വന്നിരിക്കുകയാണ്. ഇവിടെ 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. ആൾ, ചാറ്റ്, ചാനൽസ്. ക്യാമറ സെക്ഷനിൽ ക്യാമറ സൂമിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ 1x എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് സൂമിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി മുതൽ നമുക്ക് ചാറ്റ് ബബിൾ കളറിനെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. നമുക്കിഷ്ടമുള്ള കളറ് സെറ്റ് ചെയ്യാം. ഐഫോണിലും ഇനി മുതൽ നമുക്ക് DP സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കത്തില്ല. ഇത്രയും ഫീച്ചേഴ്സും ചേഞ്ചസുമാണ് വാട്സപ്പിൽ വരാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ഏത് ഫീച്ചറാണ് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായവും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇത്ര മാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചാനൽ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം.